ഇപ്പൊ തന്നെ നമ്മുടെ MLA വന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. ഇന്നേക്ക് 3 ദിവസമായി. രാജേഷ് സാറ് വന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. സാർ എല്ലാവരുടെ അനുഗ്രഹം കൊണ്ട് ഇത്രയും മുതൽ എത്തിക്കിട്ടി. എനിക്ക് ഇനി ആഗ്രഹം ഉണ്ട് കേട്ടോ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല നല്ല പ്രവർത്തനം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ ആതുര സേവനാണ്. ഞാൻ ഇപ്പോഴും അത് ഇത്തിരി സമയം കിട്ടുമ്പോ ആരെങ്കിലും വെച്ച പ്രതീക്ഷയിൽ പോവും, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, കുറച്ചു നേരം അവിടെ കഴിയും. അങ്ങനെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലൊരു നമ്മുടെ ഒരു സഹായം വയ്യാത്തൊരാൾക്ക് അത് ഉപയോഗപ്പെടുത്തുക. ഒരു കൈ സഹായം നമ്മളെ കൊണ്ട് സ്വത്ത് മുതലൊന്നും കൊടുക്കാൻ സാധിക്കില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പെരിങ്ങോടാണ്. പെരിങ്ങോട് നമ്മുടെ കാർത്തിയേനി ചേച്ചിയുടെ ഒരു ചെറിയൊരു സംരംഭം 2 ദിവസം മുന്നേ ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് അവർകൾ ഉദ്ഘാടനം ചെയ്തിട്ട് നമ്മുടെ കാർത്തിയേനി ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കാർത്തിയേനി ചേച്ചിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പരമാവധി കാണുക, പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ കാർത്തിയേനി ചേച്ചി ഒരുപാട് കലാരംഗത്തൊക്കെ പ്രവർത്തിച്ചതും അതുപോലെ ആരോഗ്യ രംഗത്തൊക്കെ പ്രവർത്തിച്ചതുമായ ഒരുപാട് കഴിവുകളുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചേച്ചിയോട് നേരിട്ട് തന്നെ ചോദിക്കാം. അപ്പോൾ നമുക്ക് നേരെ കാർത്തിയേനി ചേച്ചിക്ക് പോവാം. ഓക്കെ? ആയിക്കോട്ടെ. സന്തോഷം. അതെ, സന്തോഷം. കച്ചവടം ഇന്നത്തെ ദൈവത്തിന്റെ മനസ്സുകൊണ്ട് ഇന്ന് ഇപ്പൊ ചെയ്തിട്ട് ഇന്നേക്ക് 3 ദിവസമായിട്ടുള്ളൂ. 3 ദിവസം നല്ലത് തന്നെ വന്നിട്ടുള്ളൂ. അപ്പൊ എപ്പോഴാ തുറക്ക? കാലത്ത് 6 മണിക്ക് വരും ഞാൻ. 6 മണിക്ക് വരും. 6 മണിക്ക് വന്ന വൈകുന്നേരം ഒരു 6-6:30 ഇവിടുന്ന് പോകുള്ളൂ. അതുവരെ ഇരിക്കും. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എങ്ങനെയായാലും ചേച്ചിയുടെ ആഗ്രഹം പോലെ ഉഷാറായിട്ട് നടക്കട്ടെ. അതെ, ദൈവം കൂടി അനുഗ്രഹിക്കട്ടെ. നാം പാതി ദൈവം പാതി എന്നാ പറഞ്ഞത്. ഇത് ഞങ്ങളുടെ MLA, പിന്നെ ഞങ്ങളുടെ മന്ത്രി, കൂടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രൊജക്റ്റാണിത്. അങ്ങനെ ഞങ്ങള് ആദ്യം ഉണ്ടായത് എനിക്കൊരു പിടിവള്ളി കിട്ടിയത് തിരികെ സ്കൂളിലേക്ക് എന്നുള്ളൊരു പരിപാടിയാണ്. തിരികെ സ്കൂളിലേക്ക് എന്നുള്ള ആ പരിപാടിയിൽ നിന്ന് കിട്ടി. അങ്ങനെ ഒരു 2 ദിവസം അവർക്ക് ആ പരിപാടി കഴിഞ്ഞ് അവിടുന്ന് ചെറിയൊരു കച്ചിത്തുരുമ്പ് കിട്ടി. അതും കൊണ്ട് പഞ്ചായത്തിലേക്ക് പോയി. പഞ്ചായത്തിൽ പോയിട്ട് 2 ദിവസം ഞങ്ങളുടെ ക്ലാസ് എടുക്കലുണ്ടായി. ആ ക്ലാസ് എടുക്കൽ കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾക്ക് MESമാര് പിന്നെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ കൂടി ക്ലാസ് എടുത്ത്. അപ്പൊ എനിക്ക് തോന്നിയൊരു ചെറിയൊരു ലോട്ടറി കട തുടങ്ങാന്ന്. കാരണം എനിക്ക് കൂടുതലായി പണിയൊന്നും എടുക്കാൻ വയ്യാത്ത ഒരാളാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം ചെയ്യാന്നിരിക്കുമ്പോഴാണ് ഇത് കിട്ടിയത്. അങ്ങനെ അത് ചെയ്തു. വരാനുള്ള കാരണം കൂടി ഒരു അഭിനേത്രി കൂടിയാണ്. ആയിക്കോട്ടെ. ഇനിയും ദൈവം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തരികയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ നമുക്ക് അതിന് വേണ്ടി മാറ്റി വെക്കാലോ. അതെ അതെ, 6 എണ്ണത്തില് ആദ്യമായിട്ട് എന്നെ വിളിച്ചത് സച്ചിദാനന്ദൻ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡ്യൂസർ ഇവിടുത്തെ കുട്ടിയാ. അത് ഞങ്ങളുടെ തൊട്ട അയൽവാസിയാ. അങ്ങനെ മൂപ്പര് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി നാളെ അന്ന് ഞാൻ സ്കൂളിൽ പോണ സമയത്താ, ചേച്ചി ഒന്ന് നാളെ ഞങ്ങളുടെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ എവിടേക്കൊന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ചെറിയൊരു ഷോർട്ട് ഫിലിമിന്റെ പരിപാടിയാണ്. നമ്മളെ കൊണ്ടാവുന്ന സഹായം, നമ്മളെ എന്തേലും ഒരു പ്രതീക്ഷ കണ്ടിട്ടാവൂല അവര് നമ്മളെ വിളിക്കുക. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ വേറെ 3 മൂപ്പരുടെ കൂടെ പോയി. 4-മത്തെ ശങ്കരൻകുളമുള്ള ഒരാൾക്കാരുടെ കൂടെ പോയി. അത് കഴിഞ്ഞപ്പോ വീണ്ടും നമ്മള് സച്ചുവിന്റെ കൂടെ തന്നെ ആസിയൊക്കെ കൂടെയുള്ള ഷാജിയുടെ കൂടെ, ഷാജിയും ഇവരൊക്കെ ഉള്ളൊരു ടെലിഫിലിമിൽ അഭിനയിച്ചു. സഫറിൽ പോയി. അത് വലിയ വൻ വിജയായി. ജനങ്ങളൊക്കെ അറിയപ്പെടാൻ തുടങ്ങി. അവാർഡുകൾ കിട്ടിയതില് ഷോർട്ട് ഫിലിം. അത് കഴിഞ്ഞ് പിന്നെ ഒരു പൊട്ട് ചെയ്തു. പിന്നെ ഒരു കോണ്ടം തിയറി. അത് ഏറ്റവും വലിയൊരു മെസ്സേജ് എന്താന്ന് വെച്ചാൽ ഇന്നത്തെ പെൺകുട്ടികള്, ഞാനൊരു അമ്മയാണ്. അപ്പൊ എനിക്ക് 2 പെൺകുട്ടികളാണ്. അതിലത്തെ ഒരു മകളാണ് കോളേജിൽ പഠിക്കുന്നത്.
ആ കുട്ടിക്ക് വരുന്ന ആപത്തുകൾ ഇന്നത്തെ കാലത്തൊരു ആപത്തല്ല, അവൾക്ക് അറിയാതെ വന്ന് പറ്റുന്ന ഒരു തെറ്റാണ് അത്. എല്ലാ പെൺകുട്ടികൾക്കും ഒരു മെസ്സേജാണത്. പിന്നെ ചോദിക്കണമെന്നറിയോ, ഇത് കുറെ മുന്നേ എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്? ഇതിന്റെ മുന്നേ 35 വർഷം ഞാൻ ആസ്പത്രിയിൽ ജോലി ചെയ്തു. പട്ടാമ്പി നേഴ്സ് ഹോമില് 35 വർഷം. 5 കൊല്ലം മോഡേൺ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. 5 കൊല്ലം. അത് കഴിഞ്ഞ് 30 കൊല്ലം ഞാൻ പട്ടാമ്പി ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ശിവദാസൻ ഡോക്ടറെ ആസ്പത്രിയിൽ ജോലി. അദ്ദേഹത്തിന്റെ ഒരു ഇന്ന് ഈ നിലയ്ക്ക് ഇന്ന് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ച എന്റെ ഏറ്റവും വലിയൊരു ശക്തിയായിരുന്നു ഞങ്ങളുടെ ഡോക്ടർ ശിവദാസ്. അത് കഴിഞ്ഞ് അവിടുന്ന് ഇഷ്ടംപോലെ ഒരു സമ്പാദ്യം പല ജനങ്ങളായിട്ടും പല വിധത്തിലുള്ള ആൾക്കാരായിട്ടും നമുക്ക് പെരുമാറാനും അവരെ മനസ്സിലാക്കാനും നമുക്ക് എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കാനും അവിടുന്നാണ് എനിക്ക് പഠിഞ്ഞത്. അത് കഴിഞ്ഞ് 5 വർഷം ഞാൻ നമ്മുടെ എന്താ പറയാ ഹോം നേഴ്സിംഗ് ആയിട്ട്, അത് ഓരോരോ വീട്ടുള്ളു. അതെന്താ വെച്ചാൽ റൈസ് ട്യൂബ് ഇട്ട് കിടക്കണവര്, മൂക്ക് കൂടെ ട്യൂബൊക്കെ ഇട്ടിട്ട് നമ്മളതിൽ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാർ. എനിക്ക് ഇഷ്ടമുള്ള എടുത്താൽ മതിയാ. ശരാ ഒരു വയറപ്പ അതെ. അത് ഞാൻ ആർക്ക് കൊടുക്കുമ്പോ എന്താ ചോദിക്കുന്നത്, എന്നെ പോലെ കഷ്ടപ്പെട്ട് നമ്മളെ മനസ്സിനൊരു എന്തേലും 10 ഉറുപ്പ്യ കിട്ടട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ നമ്മൾ എടുക്കുക. അപ്പൊ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കിട്ടട്ടെ, അവർക്ക് കിട്ടിയെന്നൊരു ഓഹരി എനിക്കുണ്ടാവും. അപ്പൊ ഞങ്ങൾ 2 കൂട്ടരും സന്തുഷ്ടരായി, ഇല്ലേ? അപ്പൊ ഇനിയും കാണാം നമുക്ക്. ഞാൻ ഇവിടെ ഉണ്ടാവും. അതെ അതെ, ഉപകാരാവുക നമ്മൾക്ക് മാത്രമല്ല. അങ്ങനെ ഇന്നിപ്പോ എന്റെ ഡോക്ടർ നല്ല മനസ്സുകൊണ്ട് ഒരു മകനായി, മകനൊരു മരുമകളായി, ഒരു പേരക്കുട്ടി. ഇപ്പൊ ഞാനൊരു അമ്മയാണ്, 2 മക്കളുടെ അമ്മയാണ്, ഒരു പേരക്കുട്ടിയുടെ അച്ഛമ്മയായി. അപ്പൊ ഇതിനും ഇതൊക്കെ ഒരു ഭാഗ്യം. ഇനിയിപ്പൊ എന്താ ഉണ്ടാവാനുള്ളത്? ഇത് ഇനി ഉള്ള കാലം സ്വസ്ഥതയായിട്ട് ജീവിക്കണം. അതിന് പണിയെടുക്കാൻ പോകാൻ വയ്യ. അപ്പൊ നമുക്ക് ഇരുന്നിട്ട് ചെയ്യാനുള്ള ഒരു പണി കണ്ടുപിടിച്ചത്. അത് ഏറ്റവും മുമ്പ് നന്ദി പറയേണ്ടത് ഞങ്ങളുടെ മന്ത്രിയോടാ. അദ്ദേഹം ആണല്ലോ ഈ ഒരു പ്രൊജക്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രൊജക്ട്. അപ്പൊ അതൊക്കെ കൂടി അംഗമാവാൻ പറ്റി. അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് ഒരു ലോട്ടറി വിറ്റിട്ട് അതൊരു ഉദ്ഘാടനം ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായി. ഇതിലും ഇതൊക്കെ നമുക്ക് ദൈവം എന്താണോ തരാനുള്ളത്. അതെ, ഇനി എന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇതിന്റെ മുകളിൽ നിന്നിട്ട് എനിക്ക് ജീവിക്കാനുള്ള ഒരു വഴി ദൈവം തരണം. അത്രേ ഉള്ളൂ. കുറെ ആഗ്രഹങ്ങളൊന്നുമില്ല, കടങ്ങളൊന്നും ഇല്ലാതെ കണ്ടിട്ട് ഉള്ള കഞ്ഞി മനസ്സമാധാനത്തോടെ കുടിക്കാനുള്ള ഒരു വഴി ദൈവം തരട്ടെ. അത്രേ ഉള്ളൂ. അതെ അതെ, അത്രേ ദൈവത്തിനോട് പ്രാർത്ഥന ഉള്ളൂ. നടക്കട്ടെ. ഓ, ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.